മരുദ്ഗേഹാദീശത്വയി ഖലു പരഞ്ജോബി സുഖിനോ ഭവത്സ്നേഹി സോഅഹം സുബഹു പരിതപ്യേ ച കിമിദം അകീർത്തിസ്തേ മാ ഭൂദ്വരദ ഗതഭാരം പ്രശമയൻ ഭവദ്ഭക്തോത്തം സംഛടിതി കുരുമാം കംസദമന. ആചാര്യൻ ഈ ശ്ലോകത്തിലൂടെ പ്രാർത്ഥിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഭക്തന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ, അല്ലെങ്കിൽ ഭക്തരിൽ ശ്രേഷ്ഠൻ എന്ന് ആഗ്രഹിക്കുന്നില്ല ആചാര്യൻ, പകരം ഭക്തരിൽ മുമ്പനാകുവാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത്. അതിനുള്ള അപേക്ഷയാണ് ഈ ശ്ലോകത്തിലൂടെ. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ സ്മരിക്കാത്തവർ കൂടി സുഖികളായിത്തീരുന്നുണ്ട്. ഈശ്വരപ്രേമിയായ ഈ ഞാനാകട്ടെ വളരെയധികം സങ്കടപ്പെടുകയും ദുഃഖിക്കുകയും ചെയ്യുന്നു. ഇതെന്താണ് ഭഗവാനെ? ഈശ്വരപ്രേമിക്ക് ദുഃഖവും ഈശ്വര ദ്വേഷിക്ക്, അല്ലെങ്കിൽ ഭഗവാനെ പ്രാർത്ഥിക്കാത്തവർക്ക് സുഖവും പ്രദാനം ചെയ്യുന്നത് അങ്ങേക്ക് അപകീർത്തികരമല്ലേ എന്നാണ്. ഭഗവാനെ നിന്ദിക്കുക, അല്ലെ ഭഗവാന്റെ കൂടെ പോകാത്തവർക്കൊക്കെ സുഖവും ഭഗവാനെ സേവിക്കുന്നവർക്ക് ദുഃഖവും. അതായത് ഇപ്പോൾ ഇത് ശ്രവിക്കുന്നവരെല്ലാം ഭഗവാന്റെ ദാസന്മാരാണ്, ഈ പറയുന്ന ഞാനടക്കം. നമുക്കെല്ലാം ദുഃഖവും അല്ലാത്തവർക്ക് സുഖവും നൽകുന്നു. അത് ഭഗവാന് നാണക്കേടല്ലേ എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഹേ കംസാരി, കംസൻ്റെ ശത്രു ആയ കൃഷ്ണ, വരദ, വരം നൽകുന്ന ഭഗവാനെ, എൻ്റെ സഹിക്കാനാവാത്ത രോഗത്തെ മാറ്റി എന്നെ ഭക്തന്മാരിൽ ശ്രേഷ്ഠനാക്കാൻ അനുഗ്രഹിക്കണമേ എന്നാണ്. നമ്മുടെയൊക്കെയും പ്രാർത്ഥന ഇത് തന്നെയാണ്. ശ്രേഷ്ഠതയൊന്നും വേണ്ട, പ്രാർത്ഥിക്കുന്നത് വൃത്തിയായിട്ട് പ്രാർത്ഥിക്കുവാനുള്ള മനസ്സ്, അതായത് മനസ്സമാധാനമുണ്ടെങ്കിൽ എല്ലാം പൂർണ്ണമായി. അപ്പോൾ ആ ശുദ്ധമായ ഒരു മനസ്സ് ഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ള, അതുപോലെ തന്നെ ഭഗവാനോട് നിഷ്കാമമായിട്ട് വരമൊന്നും ചോദിക്കാതെ തന്നെ ഭഗവാനെ പ്രാർത്ഥിക്കുവാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ ശ്രേഷ്ഠനായി. അങ്ങനെ വേണം പ്രാർത്ഥിക്കുവാനും. ഭഗവാന്റെ തിരുനടയിൽ ചെന്ന് കണ്ണങ്ങ് അടച്ച് ഭഗവാൻ നമ്മുടെ ഉള്ളിൽ അങ്ങ് പ്രതിഷ്ഠിച്ചാൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു അശ്രു ഉണ്ടാവുകയും നമുക്കൊരു കുളിര്, ഭഗവാനെ തിക്കും തിരക്കുമൊക്കെ ആയി ഒത്തിരി സമയം ക്യൂ നിന്ന് നമ്മൾ ഗുരുവായൂരപ്പനെ അങ്ങ് ദർശിക്കുന്ന സമയത്ത് നമുക്ക് ഭഗവാൻ ഒരു ചിരി പ്രദാനം ചെയ്യും. അത് മതി പുണ്യത്തിന്, അത് മാത്രം മതി പുണ്യത്തിന്. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.